നമസ്കാരം. മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുത്ത ശേഷം വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് പിണറായിക്കെതിരെ പകപോക്കാൻ ശ്രമിക്കുകയാണോ? മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റിട്ട് ആഴ്ച 3 കഴിഞ്ഞിട്ടും ഇതേവരെ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല. ഇനിയും 2 ആഴ്ച കഴിഞ്ഞ് വസതി ഒഴിഞ്ഞു കൊടുക്കാൻ സാധ്യതയുമുള്ളൂ. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൗസും കന്റോൺമെന്റ് ഹൗസും മുഖ്യമന്ത്രിയായ സതീശന്റെ കയ്യിൽ തന്നെയാണ്. പിണറായിക്ക് താമസിക്കാനും പ്രവർത്തിക്കാനും കഴിയാതെ സതീശൻ പിണറായിയെ ലോക്ക് ചെയ്ത അവസ്ഥയിലാണ്. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിന് ഇതേവരെ പ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതിന് ഓഫീസ് സംവിധാനം സജ്ജീകരിച്ചിട്ടില്ല. അതിന് വസതി ഒഴിയണം. ഇപ്പോൾ മുഖ്യമന്ത്രിയായ ശേഷം 10 വർഷമായി പിണറായി വിജയൻ ഉപയോഗിക്കുന്ന ഫോണും കട്ട് ചെയ്തിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ രാവിലെ ഫോൺ വിളിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഫോൺ കട്ടായ വിവരം തന്നെ അറിഞ്ഞത്. മുഖ്യമന്ത്രിയുടെ അധീനതയിലുള്ള പൊതുഭരണവകുപ്പാണ് ഫോൺ കട്ടാക്കിയത്. ഫോൺ കട്ടാക്കുമ്പോൾ ഒന്ന് വിളിച്ചു പറയാനുള്ള സാമാന്യ മര്യാദ പോലും കാണിച്ചില്ലെന്നാണ് പ്രതിപക്ഷ നേതാവായ പിണറായിയുടെ പരാതി. ഈ പരാതിക്ക് ന്യായവുമുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവാണ് ഫോൺ ഉപയോഗിക്കുന്നത്, സാധാരണ MLA അല്ലല്ലോ. ഇപ്പോൾ ഫോണും കട്ടാക്കി വീടും വിട്ടു തരുന്നില്ല, ഓഫീസും പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം സതീശൻ പിണറായിയെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ ഇതായിരുന്നില്ല സതീശൻ എന്ന് പിണറായിക്കും തോന്നിയിരിക്കും. ചിരിക്കുന്ന മുഖവുമായി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ച് പിണറായിയുടെ 2 കൈയും കൂട്ടിപ്പിടിച്ചാണ് സതീശൻ യാത്ര പറഞ്ഞു പോയത്. ആ പോയ പോക്കാണ് ഇപ്പോൾ കാണിക്കുന്നത്. സതീശൻ മോഡൽ പ്രതികാരമാണോ എന്ന് പിണറായിക്ക് തോന്നിയാൽ കുറ്റപ്പെടുത്താനും കഴിയാത്ത അവസ്ഥയാണ്. നുണേശൻ എന്ന് വിളിച്ച് പരിഹസിച്ചതിന്റെ പ്രതികാരമാണോ ഇതെന്ന് CPM അണികളും ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള യുദ്ധത്തിൽ ഇനിയും പലതും കാണാനും കേൾക്കാനും കിടക്കുന്നുണ്ട്. അതിനായി ഇനി കാതോർത്തിരിക്കാം.